ഹലോ ഗൈസ്, എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ബിഗിനേഴ്സിന് വേണ്ടി ഇങ്ങനത്തെയും അതുപോലെ തന്നെ ഗെയിമിംഗ് ലോഗോസൊക്കെ എഡിറ്റ് ചെയ്യാൻ നോക്കാം. വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ Cent.Editzz. ഓക്കെ ഗൈസ്, ആദ്യം തന്നെ നിങ്ങളുടെ സെർച്ച് എഞ്ചിനിൽ പോയിട്ട് റെൻഡർ ഫോറസ്റ്റ് എന്ന് അടിക്കുക. ഞാനിപ്പോൾ റെൻഡർ ഫോറസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. അതിലൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് പോകുക. അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ കയറിയിട്ട് റെൻഡർ ഫോറസ്റ്റ് എന്ന് അടിച്ചാൽ ഫസ്റ്റ് ലിങ്കിൽ തന്നെ നിങ്ങൾ കയറി ക്ലിക്ക് ചെയ്യാം. അപ്പം ഇതിങ്ങനെ വരും. അതാണ് ഇതിൻ്റെ ഫസ്റ്റ് പേജ്. അതിൽ ഞാൻ അറിയാതെ മോക്കപ്പ് അടിച്ചു, ഞാൻ ബാക്ക് അടിക്കുകയാണ്. അതിൽ നിങ്ങൾ ഗെറ്റ് സ്റ്റാർട്ടഡ് അടിക്കുമ്പോൾ ഇങ്ങനെ കുറേ ഓപ്ഷൻ വരും. അതിൽ നിങ്ങൾ ലോഗോ നിൽക്കുക. അതിനുശേഷം നിങ്ങളുടെ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഏതാണ് നിങ്ങൾക്ക് ആ ലോഗോയിൽ പേര് വരേണ്ടത് അതിൽ കൊടുക്കുക. അപ്പോൾ ഞാൻ ഡെമോ ഇട്ടത് /gamer എന്നാണ് കൊടുക്കുന്നത്. അതിനുശേഷം നിങ്ങൾ ഗെറ്റ് മൈ ലോഗോ അടിക്കുക. ഗെറ്റ് മൈ ലോഗോ അടിച്ചതിന് ശേഷം നിങ്ങളുടെ ചാനൽ എന്തിനെ പറ്റിയാണ്, ഗെയിമിംഗ് പിന്നെ വ്ളോഗിങ് എന്താണ് അതിൻ്റെ രീതിയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അത് കൊടുത്താൽ അതിനനുസരിച്ചുള്ള ലോഗോ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പം ഞാൻ /gamer ആയതുകൊണ്ട് തന്നെ മൈൻക്രാഫ്റ്റ് ഗെയിമിംഗ് എന്നാണ് അടിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കമ്പനി പേര് എങ്ങനെയാണ് അതിൻ്റെ അനുസരിച്ചിട്ട് ലോഗോ വരിക, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എങ്ങനെയാണ് അതിനനുസരിച്ചിട്ട് ലോഗോ വരിക. അപ്പോൾ നിങ്ങൾ അടിയിലുള്ള ഇതൊന്നും കൊടുക്കാതെ, അടിയിൽ കുറേ ഉണ്ടാവുമൊന്നും കൊടുക്കാതെ ഫസ്റ്റിന് വരുന്ന ഐ ആം ഫീൽ ലക്കി എന്ന് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ചാൽ നിങ്ങൾക്ക് കുറേ ലോഗോസ് വരും. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്കിത് കുറേ ലോഗോസ് വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവും നിങ്ങളൊന്നും ചെയ്തിട്ടില്ല, എത്ര അടിപൊളി ലോഗോസാണ് വന്നത് നോക്ക്. അപ്പം ഒരു സിമ്പിൾ അടിപൊളി ലോഗോസ് നമ്മൾ വലിയ യൂട്യൂബേഴ്സിനൊക്കെ അങ്ങനത്തെ കുറേ ലോഗോസൊക്കെ വന്നിട്ടുണ്ട്. വെച്ചാൽ സിമ്പിളായിട്ടുള്ള ലോഗോസാണ് വന്നത്. നല്ല ഒരു ഡീസൻറ്റ് നല്ല രസമുള്ള ലോഗോസാണ് വന്നത്. അപ്പോൾ ഗെയിമിങ്ങിനെ പറ്റിയുള്ള കുറേ ലോഗോസ് അടിയിലോട്ട് പോയാൽ നിങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ തിരഞ്ഞ് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഒരിക്കലും കഴിയില്ല ഗൈസ്, അടിയിലോട്ട് കുറേ ഉണ്ട് ഗൈസ്. നിങ്ങൾക്ക് എത്ര വേണം, ഏതാണോ വേണ്ടത് അതുപോലത്തെ എത്ര വേണം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ഗെയിമിങ്ങിൻ്റെ കുറേ ഉണ്ട് അടിപൊളി ലോഗോസ്, സിമ്പിളായിട്ടുള്ള അടിപൊളി ലോഗോസ് അടിയിലുണ്ട്. നിങ്ങളിപ്പോൾ ഒരു ഗേമർ ആണെങ്കിൽ ഗെയിമിംഗ് എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് ഇതൊക്കെ ഇനിയും കുറേ കിട്ടും. ഓക്കെ ഗൈസ്, ഇനി ഞാനിത് എഡിറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് ചെയ്യട്ടെ. ഓക്കെ ഗൈസ്, ഞാനിത് അവിടെ എൻ്റെ കമ്പനി പേര് മാൻ ഓഫ് എഡിറ്റിംഗ് എന്നാക്കുകയാണ്. ആക്ച്വലി ഒരു എഡിറ്റിംഗ് ചാനലാണ്. നിങ്ങളുടെ എഡിറ്റിങ്ങിൻ്റെ എന്തെങ്കിലും ആണെങ്കിൽ എഡിറ്റിങ്ങിൻ്റെ ലോഗോ കിട്ടാൻ വേണ്ടിയിട്ടാണ് എഡിറ്റിംഗ് അടിച്ചിട്ട് ഞാനിത് അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ ഫോട്ടോഷൂട്ട് ആൻഡ് എഡിറ്റിംഗ് എന്നാണ് കൊടുക്കുന്നത്. ഗൈസ്, ഫോട്ടോഷൂട്ട് ആൻഡ് എഡിറ്റിംഗ് എന്ന് കൊടുത്തതിന് ശേഷം ഞാൻ നെക്സ്റ്റ് അടിക്കുകയാണ്. ഫോട്ടോഷൂട്ട് ആൻഡ് എഡിറ്റിംഗ് എന്ന് കഴിഞ്ഞാൽ നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഐ ഫീൽ ലക്കി എന്ന് അടിക്കുക. ഐ ഫീൽ ലക്കി എന്ന് അടിച്ചാൽ മാത്രമേ അതിൻ്റെ അങ്ങനത്തെ ലോഗോ കിട്ടുള്ളൂ. ഐ ഫീൽ ലക്കി എന്ന് അടിച്ചാൽ കാണിച്ചു തരാം. മാൻ ഓഫ് എഡിറ്റിംഗ് എന്ന് അടിച്ചതുകൊണ്ട് തന്നെ മാനിൻ്റെ ഒരു ഇത് വന്നിട്ടുണ്ട്. കുറച്ചൊന്ന് അടിയിൽ പോയാൽ നിങ്ങൾക്ക് എഡിറ്റിങ്ങിൻ്റെ അടിപൊളി ലോഗോസാണ്. അത് അടിയിൽ കണ്ടോ, നല്ല രസമുള്ള എഡിറ്റിങ്ങിൻ്റെ ലോഗോസ്. അത് ലോഡാവുകയാണെന്ന് ലോഡാവട്ടെ. ഓക്കെ, ലോഡായിട്ടുണ്ട്. ഇനി അടിയിൽ കാണാൻ നല്ല, ഞാൻ ഫസ്റ്റ് കാണിച്ചു തന്ന ഒരു ലോഗോ, ഒരു ലവ് ഷേപ്പൊക്കെ ഉള്ള. നിങ്ങൾക്ക് അടിയിൽ പോയാൽ ഇനിയും കാണാം. മാൻ ഓഫ് എഡിറ്റിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ഒരു മനുഷ്യൻ്റെ ചിത്രമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരു ഫോട്ടോ എടുക്കുന്ന, ഒരു പെൺകുട്ടി ഫോട്ടോ എടുക്കുന്ന ലോഗോ ഉണ്ട്. അതുപോലെ തന്നെ നല്ല ഒരു മനുഷ്യൻ ഇങ്ങനെ നിൽക്കുന്നൊരു ഫോട്ടോ എടുക്കുന്ന ഇതുണ്ട്. ഞാനിപ്പോൾ ഇത് പോക്കിയിട്ട് പഠിക്കുക, Cent.Editzz എന്ന് അടിക്കാൻ കേട്ടോ. Cent.Editzz എന്ന് അടിക്കാൻ നമ്മുടെ യൂട്യൂബ് ചാനലിലെ പേരടിക്കുകയാണ്. അതിനുശേഷം ഫോട്ടോഷൂട്ട് ആൻഡ് എഡിറ്റിംഗ് തന്നെയാണ് അടിക്കുന്നത്. നെക്സ്റ്റ് നിൽക്കുകയാണ്. ഓക്കെ ഗൈസ്, ഞാനിത് ഒരു സി മാത്രമുള്ള ഒരു ഇത് വന്നിട്ടുണ്ട്. ഒരു ക്രിപ്റ്റോ കോയിൻ്റെ പോലെ തന്നെ സി പോലത്തെ മാത്രം. പിന്നെ അടിയിലോട്ട് പോയാൽ കുറേ ഒരു ബുള്ളിൻ്റെ ഇതൊക്കെ ഉണ്ട്. പിന്നെ അത് ആ പെണ്ണിൻ്റെ ഇത് തന്നെ വേറെ ടെക്സ്റ്റ് മാറിയിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ സെലക്ട് ചെയ്യുക. കുറേ ഉണ്ട് ഗൈസ്, നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അതുപോലെ ഉണ്ട്. ഒരു ബിഗിനർ എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു പ്രൊഫഷണൽ ലോഗോ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ഇതാണ്. ഇത്രയും സിമ്പിൾ വേറെ എങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാക്കാനാവില്ല. ഞാൻ ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ലോഗോ നിങ്ങൾ സെലക്ട് ചെയ്യുക. എനിക്ക് ഇഷ്ടപ്പെട്ട ലോഗോ മുകളിലാണ്, അത് ഞാൻ പോയി സെലക്ട് ചെയ്യട്ടെ. ഓക്കെ, ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ലോഗോ. അപ്പോൾ ഞാനിത് സെലക്ട് ചെയ്തിട്ട് എഡിറ്റ് ആൻഡ് ഡൗൺലോഡ് നിൽക്കുകയാണ്. അതിനുശേഷം നിങ്ങൾ അതിൻ്റെ ടെക്സ്റ്റൊക്കെ കറക്റ്റാക്കി ഡൗൺലോഡ് വെക്കുക. അങ്ങനെ ഞാൻ ഡൗൺലോഡ് ചെയ്ത ലോഗോസാണ് ഇത്.
ഞാൻ തംബ്നെയിലിൽ കൊടുത്ത ലോഗോ ഇതിലോട്ട് ആഡ് ചെയ്യാൻ നോക്കുമ്പോൾ ആഡ് ആകുന്നില്ല. അതാണ് പ്രശ്നം പറ്റിയത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പം ഇനി ഒരു നല്ല വീഡിയോ ആയി കാണുന്നവരെ ഗുഡ് ബൈ.